നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സർഫസ് ഹൈഡ്രേഷൻ മാഗ്നറ്റോമീറ്റർ ആണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് മാഗ്നറ്റിന്റെ ഡൈപോളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സർഫസ് ഹൈഡ്രേഷൻ മാഗ്നറ്റോമീറ്റർ, സ്റ്റോപ്പ് വാച്ച്, രണ്ട് മാഗ്നറ്റ് വേണം, പിന്നെ ഒരു കോമ്പസും 2 സ്കെയിലുമാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ കോമ്പസ് എടുത്തിട്ട് നോർത്തും സൗത്തും ഇതാണ് നോർത്ത്, ഈ സൈഡിന് സൗത്ത് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സർഫസ് ഹൈഡ്രേഷൻ മാഗ്നറ്റോമീറ്ററിന്റെ പേരിൽ മാത്രമുള്ള 10 ഓസിലേഷനാണ് എടുക്കുന്നത്. അപ്പോൾ നോർത്തും സൗത്തും അടയാളപ്പെടുത്തിയിട്ട് സർഫസ് ഹൈഡ്രേഷൻ മാഗ്നറ്റോമീറ്റർ വയ്ക്കുക. എന്നിട്ട് ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ട് 10 ഓസിലേഷനിൽ ഇതിന് ഇതേപോലെ നമുക്ക് 10 ഓസിലേഷൻ ടൈമർ സ്റ്റോപ്പ് വാച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് എർത്ത് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് മാറ്റി കമ്പൈൻഡ് ഫീൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്കെയില് ഈ നോർത്തിനും സൗത്തിനും വയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ 50 വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ സർഫസ് ഹൈഡ്രേഷൻ മാഗ്നറ്റോമീറ്റർ വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട മാഗ്നറ്റ് ഇതിൻ്റെ സൗത്ത് വരുന്നത് ഈ സൈഡിലും നോർത്ത് വരുന്ന സൈഡിലുമാണ്. അപ്പോൾ നമ്മൾ സൗത്ത് വരുന്ന സൈഡിലേക്ക് മാഗ്നറ്റിൻ്റെ സൗത്ത് റിക്കോർഡ് ഡിസ്റ്റൻസ് ചെയ്യണം. 10, 12, 15, 20 ഫസ്റ്റ് 10 വരുമ്പോൾ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ 10 വരുന്നതിൽ വയ്ക്കാം. അങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുള്ള 10 ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ മാഗ്നറ്റ് ഇപ്പുറത്തെ സൈഡിൽ 10 ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വീണ്ടും 10 ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 10 ഓസിലേഷൻ്റെ ടൈം എടുക്കുകയാണ്. ആ ടൈം ഇവിടെ എഴുതാം. 2 തവണ ചെയ്തിട്ട് ആ 2 തവണ ഇവിടെ എഴുതാം. അതിന് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പീരീഡാണ്. അപ്പം മീൻ ബൈ 10 ചെയ്തിട്ട് പീരീഡും കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പൈൻഡ് ഫീൽഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈൻഡ് ഫീൽഡിൽ ഫസ്റ്റ് വെക്കുന്ന ഡിസ്റ്റൻസ് ആണ് 10 എന്ന് പറയുന്നത്. 10, 12, 14 ഡിസ്റ്റൻസിൽ വെക്കാം. അത് ഫസ്റ്റ് മാഗ്നറ്റ് 1, 2 മാഗ്നറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മാഗ്നറ്റ് 1ൻ്റെ സൗത്ത് ഭാഗത്തുള്ള 2 ചെയ്തിട്ട് എഴുതാം, നോർത്ത് ഭാഗത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിന് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് പീരീഡും കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മാഗ്നറ്റ് 2ൻ്റെ സൗത്തിലും നോർത്തിലും വെച്ചിട്ട് ഇതേ സെയിം കാര്യങ്ങൾ മീനും പീരീഡും കാൽക്കുലേറ്റ് ചെയ്യാം. അത് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാഗ്നറ്റിക് ഡൈപോൾ M1/M2 കാൽക്കുലേറ്റ് ചെയ്യാം.